എന്റെ പൊന്നു ചേച്ചി ചേച്ചി എപ്പോൾ നോക്കിയാലും ഇങ്ങനെ അടുക്കളയിലും കയറി നിന്ന് പിന്നെ വല്ലപ്പോഴും വന്ന് സേവന കേന്ദ്രത്തിൽ തല കാണിച്ചിട്ട് കാര്യമില്ല കേട്ടാ. ചേച്ചി ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന്. ദയവ് ചെയ്ത് ആ പൊതുജന സേവന കേന്ദ്രം പൊതുജന ഉപദ്രവ കേന്ദ്രം ആൾക്ക് മാറ്റല്ലേ. ചേച്ചിന്റെ നമ്പർ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒന്നാമത് എൻ്റെ നമ്പറല്ല, ചേട്ടൻ്റെ ചേച്ചിയുടെ നമ്പറാണ്. ഫോൺ മേടിക്കാനാ ചേച്ചി ഫോൺ മേടിക്കും ജീം പൂമ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ വന്നിരിക്കുമോ ഫോണ്? ഇല്ലല്ല. എൻ്റെ ചേച്ചി അതിന് കാശ് വേണ്ടേ? മേടിക്കുമ്പോൾ നല്ലത് ഒരെണ്ണം മേടിക്കണ്ടേ? ഓ ശരി, ഞാൻ അങ്ങോട്ട് വരാം ഇപ്പം. ശരി, ഞാൻ വരാം. നീ ജീമൂമ്പാന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഫോൺ നിന്റെ കയ്യിൽ വന്നേ? പലതവണ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിക്കാതെ ഫോൺ എടുക്കരുത്. എന്റെ ചേച്ചി ഞാൻ അങ്ങോട്ട് വന്നപ്പോ ചേച്ചിയുടെ ഫോൺ അവിടെ കിടപ്പുണ്ടായിരുന്നു, ചേച്ചിയെ കണ്ടില്ല, അതുകൊണ്ടാണ് ഫോൺ എടുത്തു നിന്നാ പിടി. എന്നെ കണ്ടില്ലെന്നാ? ഞാൻ അത് നാട് വിട്ടു പോയത്. നിനക്ക് അടുക്കള വന്ന് നോക്കിക്കൂടായിരുന്നോ? അടുക്കള വന്ന് നോക്കിക്കൂടായിരുന്നോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ അതിപ്പോ ഇത്രയും വലിയ സീനാക്കണത്? എന്റെ അവസ്ഥ കാരണമല്ലേ ചേച്ചി ഞാൻ വന്ന് എടുത്തത്. എന്തോന്നടേ ഇത്? അകത്തോരോ ഒച്ചയേക്കാൾ എന്ത് പ്രശ്നം? ഇടി എന്ത് ചെയ്യാനാ, എന്റെ ഗതികേട്. അതുകൊണ്ട് ഞാൻ ഉണക്ക ഫോണൊന്ന് എടുത്തുപോയി. ഉണക്ക ഫോണാ? ഓണല്ല, ഉണങ്ങിക്കൊണ്ടിരിക്കണ ഫോണ്. ഇനി എന്റെ ഫോൺ ചോദിച്ചോണ്ട് വാ, തരാം. ചേച്ചി അങ്ങനെ പറയില്ലേ ചേച്ചി, അവന്റെ നിവർത്തിയായിട്ടുണ്ടല്ലേ. അവൻ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിലെ പാർട്ട്ണർ കൈ പോയില്ല, അതുകൊണ്ടല്ലേ കൊടുക്ക്. നിവർത്തിയായിട്ടാണ് ആ രീതി സംസാരിക്കണം. ഇത് ഫോൺ എടുത്തിട്ട് ഒരുമാതിരി മുട കാണിച്ചാലോ? ഇത് ആരൊക്കെയാണ് വിളിക്കണത്? ഇത് രമണി ചേച്ചിക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാ, പിന്നെ ഒരാൾക്ക് ജനന സർട്ടിഫിക്കറ്റ്, വേറൊരാൾക്ക് മരണ സർട്ടിഫിക്കറ്റ്. ഇത് ആരൊക്കെയാണ് വിളിക്കണത്? ഇതിനൊക്കെ ആൾക്കാരെ വിളിച്ചാ? ഇതൊക്കെ എന്ത് പറയാത്ത നേരത്തെ? അപ്ഡേറ്റ് ചെയ്ത് തരാടാ. എടാ എനിക്ക് പ്രാന്ത് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ വന്ന് പറയണത്. ഇതിന് എന്നെ ഒഴിവാക്കണം. ഒഴിവാക്കാൻ പറ്റില്ല. എത്ര തവണ ഞാൻ പറഞ്ഞു ഒഴിവാക്കാൻ പറ്റൂല. ഇത് പാവപ്പെടുന്ന ജീവിതമാണ്, അവരുടെ ആവശ്യമാണത്. എടാ അതിന് നീ എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? അത് തന്നെ. എടി നിന്നെ വിളിക്കണം അമ്മച്ചിമാരൊക്കെ ഞങ്ങൾ വിളിക്കും. എന്നിട്ട് ഞങ്ങൾ ഫോൺ എടുത്ത് നീ ഇവിടെ ഇല്ലാന്ന് പറയുമ്പോൾ അവരുടെ ഞങ്ങൾക്ക് തെറി. എടി ഞങ്ങൾക്ക് എന്തിനാണ് ഈ വിധി? ഈ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് ഇടാൻ എത്ര ദിവസം എടുക്കും? എന്ത് താമസം? എടീ ഇത് വില്ലേജിന്റെയും താലൂക്കിന്റെയും ഒക്കെ കേസാണ്, കളിച്ച കളിയല്ല. മോനൊരു കാര്യം ചെയ്യ്, ഇതിപ്പോ പാവപ്പെട്ടവരുടെ കാര്യമായി പോയല്ലോ. അതുകൊണ്ട് നീ എന്തുകൊണ്ട് ബാക്കി പഠിത്തം മൊത്തം ഉണ്ടല്ലോ ആ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ തന്നെ ആക്കിക്കോ. അതാകുമ്പോൾ നിനക്ക് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകാൻ എളുപ്പമാണ്. ഉഷ ചേച്ചിയുടെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റ്. രാത്രി ആകുമ്പോൾ വന്നാൽ മതി. അല്ല ഇനിയിപ്പോ രാത്രി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ അപ്പൊ അവന്റെ ഫുഡ് അത് ഉഷ ചേച്ചിയുടെ വീട്ടിൽ ചോദിച്ചോ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരണ്ട. അവള് പറഞ്ഞ കറക്റ്റ് തന്നെയല്ലേ? എടി സാധാരണക്കാരുടെയും പാവങ്ങളുടെ ജീവിതമല്ലേ, നീ വീട് വിട്ട് നിന്നോ? ഇവിടെ ആവശ്യമില്ല. ഇതിനെക്കാട്ടി കൂടുതൽ ആവശ്യം നാട്ടുകാർക്കാണ്. നീ നാട്ടുകാരുടെ രക്ഷകനല്ലേ? നാട്ടുകാർ പോ അവരെ പോയി സേവിക്ക്. പോടാ. ഈ ചർച്ച ഇങ്ങനെ പോയ ഇവിടെ എല്ലാവരും തമ്മിൽ തല്ലി ചാവത്തേ ഉള്ളൂ. നിങ്ങൾ രണ്ടാമത് ഫോൺ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അതിന്റെ കാര്യം എന്തായി? വാങ്ങിക്കൊടു. പിന്നെ ഇവന് ഫോൺ മേടിച്ചു കൊടുക്കാൻ എന്റെ തലയിൽ കൂടെ വണ്ടി ഓടുവല്ലേ? ചക്ക ഒരു കാര്യം പറ, ഇനി ചോദിക്കാതെ തന്നെ ഫോൺ എടുത്താണ്ടല്ലോ സ്വഭാവം മാറും. ചേട്ടാ അവന്റെ മുഖം നോക്കി കേട്ടാ, പാവം കേട്ടോ. ഒരു ഫോൺ വാങ്ങിക്കൊടു. കൊടുക്ക്. നിന്റെ തല കണ്ട നോക്കിയേ, ഒന്ന് എത്തി നോക്കിയേ. തല കൂടി വല്ല വണ്ടി ഓടണ്ട. ഇല്ലല്ല. ഓക്കെ ബൈ. താങ്ക് യു. ഇതൊന്നും നടപ്പൂശമാണ് കേസല്ല കേട്ടാ. ചേട്ടാ എനിക്കും കാണാൻ വയ്യ. ഓ എന്തൊരു ശല്യമാടി. വല്ലപ്പോഴല്ലേ ഞാൻ ശല്യപ്പെടുത്തുള്ളൂ. അയ്യോ വല്ലപ്പോഴും ശല്യപ്പെടുത്താറുള്ളൂ, അത് മതിയല്ലോ. എന്നാ കണ്ടോ, എന്താ എന്റെ കൊച്ചിന് പൊളപ്പൻ ഡാൻസ് കാണിച്ചു കൊടുക്കുക. ഇനിയിപ്പോ ഓരോന്ന് കാണിച്ച് ഹരം കയറ്റി കൊടുക്ക്. കുറച്ച് കഴിയുമ്പോ ഇവളും നമ്മുടെ ഫോണൊക്കെ അടിച്ചു മാറ്റി തുടങ്ങും വീഡിയോ കാണാനാന്നും പറഞ്ഞു. എന്തോ നല്ലൊരു കാര്യം ചെയ്യാനും വിടില്ലേ. എങ്ങനെയുണ്ടാ വേണ്ട മക്കളെ കാശുവായി. അച്ഛൻ വന്നാ? അച്ഛൻ കല്യാണത്തിന് വായിച്ചാ? കല്യാണത്തിന് പോടെ. അയ്യോ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? അയ്യോ ഗംഭീര കല്യാണോടെ. എന്റെ എഞ്ചിനീയർ ബന്ധുക്കളല്ലേ. അച്ഛാ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ 4 കൂട്ടം പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഉഗ്ര സദ്യയായിരുന്നു, അടിപൊളി. അല്ല അതൊക്കെ ഓക്കെ. അച്ഛൻ്റെ ഫോണിന്റെ കാര്യം, ഫോൺ നീ ശല്യപ്പെടുത്താ പോടെ ഈ ഫോണിന്റെ കേസും പറഞ്ഞിട്ട്. എന്റെ പൊന്നച്ഛ ഈ ഫോണിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾക്കാണ് ഇപ്പൊ ശല്യം. അത് സാരമല്ല, ഞങ്ങൾക്ക് സാരമുണ്ട്. ഇതിനകത്ത് എടാ ഞാൻ ഒരു കാര്യം പറയാം. ഇനി വേറെ ആരെങ്കിലും നിന്റെ ഇതും പറഞ്ഞ് വിളിച്ചാണ്ടല്ല ഞാൻ വായിലുള്ള മരണം എന്താന്ന് പറയും കേട്ടോ. എന്റെ പൊണ്ണ് ചേട്ടാ, ഞാൻ എത്ര തവണ പറഞ്ഞു ഇത് പാവം പിടിച്ചോട്ടെ. ഒന്ന് നിർത്ത്. കുറെ ദിവസമല്ലേ ഈ പാവപ്പെട്ടവര്. നീ നിന്റെ ഉച്ചയാഴ്ചയും ഈ സെന്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ പാവപ്പെട്ടവരൊക്കെ ഉണ്ടടാ. ഞാൻ കുറെ കണ്ടിട്ടുണ്ട് അവരെ. അച്ഛാ ഞാൻ ഈ പറയുന്നതിന്റെ സീരിയസ് അച്ഛനെ മനസ്സിലായല്ലേ? എനിക്ക് പാവങ്ങളെ ഇഷ്ടമാണ്. അപ്പൊ പണക്കാരെ ഇഷ്ടമല്ലേ? പണക്കാരെ തള്ളികളെ പറ്റല്ലോ, അവരെ ഇഷ്ടമാണ്. അച്ഛാ എന്റെ അവസ്ഥ കൊണ്ട് അച്ഛാ പറയണേ, ഒരു ഫോൺ ഞാൻ ഇപ്പൊ ഒന്നാമത് അതിന്റെ പാർട്ട്ണറാണ് ആ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിന്റെ. അപ്പൊ എനിക്കൊരു ഫോൺ അത്യാവശ്യമാണ്. എടാ അവന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണേ. അവന് പഠിക്കാൻ ഫോൺ വേണ്ടേ, പിന്നെ മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഫോൺ വേണ്ടേ. നിങ്ങളവന് സീരിയസ് ആവത്തുണ്ട്. ശരിയാണ്, അച്ഛൻ അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലായിട്ടാ. അതുകൊണ്ട് അവന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അച്ഛൻ തന്നെ ഒരു ഫോൺ മേടിച്ചു കൊടുക്കും. അച്ഛൻ അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലായില്ല അച്ഛാ. എടാ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ട് അവൻ പറഞ്ഞ കാര്യം സാധിച്ചു കൊടുക്കണോ? മൊബൈൽ ഷോപ്പിന്റെ മുമ്പ് ചെന്ന് ഇടിച്ച് കാണിച്ചാൽ മതിയാ ഫോൺ തരുമോ? അല്ലെങ്കിൽ ഒരു കാര്യം എന്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ്
ഞാൻ സങ്കടപ്പെട്ട് നിൽക്കാം. അപ്പോൾ ഒരു ഫോൺ തരും. നീ പോടാ കഴിച്ചു ശല്യപ്പെടുത്തായിരുന്നു. അറിയാം വെച്ചോ ഫോണ്. സത്യം പറഞ്ഞ കേശു നിന്റെ കാര്യം ഉണ്ടല്ലോ ഭയങ്കര ശല്യമാണ്. എന്റെ വായനല്ലും വരുന്നു പോയാലും നോക്കല്ല എന്നെ ദേഷ്യം പറഞ്ഞവനെ കാണുന്നു. ഇത് കൊള്ളാല്ല എല്ലാ എണ്ണവും സേഫ് സോണായിട്ട് നൈസിലങ്ങ് മുങ്ങിയല്ലേ.